എൻ്റെ പേര് സ്നേഹലക്ഷ്മി. ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് അമൃത വിദ്യാലയം സ്കൂളിലാണ് പഠിക്കുന്നത്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞാൻ വായിച്ചിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥ തെന്നാലി രാമൻ്റേതാണ്. അതിൽ 60ഓളം ചെറിയ കഥകളുണ്ട്. ഭാരത ചരിത്രത്തിലെ 16ാം നൂറ്റാണ്ടിലെ വിജയനഗരം ഭരിച്ചിരുന്നത് കൃഷ്ണദേവരയാർ എന്ന രാജാവിന്റെ സദസ്സിലെ വിദൂഷകനായിരുന്നു തെന്നാലി രാമൻ. രാമൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ മരിച്ചു. അതോടെ തെന്നാലിയിലെ അമ്മയുടെ വീട്ടിലായി താമസം. അങ്ങനെയാണ് രാമൻ തെന്നാലി രാമനായത്. തെന്നാലി രാമൻ ചെറുപ്പത്തിലെ ഒരു തെമ്മാടി രാമനായിരുന്നു. തെന്നാലി രാമൻ നാട്ടുകാരോട് മാത്രമല്ല സ്വന്തം ഗുരുവിനോടും ഷണ്ട കാട്ടിയിരുന്നു. എന്നാലും തെന്നാലി രാമൻ അതീവ ബുദ്ധിമാനായിരുന്നു. അദ്ദേഹത്തിന്റെ രസകരമായ ജീവിത കഥകളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത്. തെന്നാലി രാമൻ ഒരിക്കൽ രാജാവിൽ നിന്ന് 100 പൊൻനാണയം വാങ്ങി. വളരെ നാളുകൾ കഴിഞ്ഞിട്ടും രാമൻ അത് മടക്കി കൊടുത്തില്ല. രാജാവിന്റെ കാര്യസ്ഥൻ ദൂതനെ വിട്ട് തെന്നാലി രാമനോട് കടം വാങ്ങിയ തുക മടക്കി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ രാമന്റെ കയ്യിൽ പണമുണ്ടായിരുന്നില്ല. മാത്രമല്ല അയാൾക്ക് വേറെയും കടങ്ങൾ വീട്ടാനുണ്ടായിരുന്നു. അമ്മയും ഭാര്യയും തെന്നാലി രാമൻ പറഞ്ഞതനുസരിച്ച് അരികിലിരുന്ന് മാറത്തടിച്ച് നിലവിളി തുടങ്ങി. നിലവിളി കേട്ട് സമീപവാസികൾ ഓടിക്കൂടി. തെന്നാലി രാമൻ മരിച്ചിരുന്നു. വാർത്ത പെട്ടെന്ന് പരന്നു. എന്റെ മകന് ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. കൊട്ടാരത്തിലേക്ക് 100 പൊൻപണം തരാനുണ്ട്. മുമ്പ് കടം വാങ്ങിയതാണ്. അത് ചോദിച്ച് ഇന്ന് ദൂതൻ വന്നു. അപ്പോൾ കിടന്ന കിടപ്പാണ്. പിന്നെ എഴുന്നേറ്റിട്ടില്ല. രാജാവ് ഉടനെ കാര്യസ്ഥനെ വിളിച്ചു. തെന്നാലി രാമന്റെ പേരിലുള്ള എല്ലാ കടങ്ങളും ഉടൻ എഴുതി തള്ളു. തെന്നാലി രാമൻ താൻ പുതച്ചിരുന്ന വെള്ളമുണ്ട് മാറ്റി എഴുന്നേറ്റു. രാജാവ് ഞെട്ടി. അദ്ദേഹം ഒരടി പിറകോട്ട് മാറി നിന്നു. തിരുമേനി പേടിക്കണ്ട, അങ്ങ് കടം ഇളച്ചത് കൊണ്ട് കേട്ടപ്പോൾ അടിയൻ മരണത്തിൽ നിന്നും ഉയർന്നതാണ്. തെന്നാലി രാമൻ ചിരിച്ചുകൊണ്ട് രാജാവിന്റെ പാദങ്ങളിൽ വീണു വണങ്ങി. കടത്തിന്റെ ഭാരം കൊണ്ട് അടിയൻ വീണു മരിച്ചതാണ്. കടത്തിന്റെ ഭാരം തിരുമനസ്സുകൊണ്ട് അടിയന്റെ മേൽ വീണു എടുത്തു മാറ്റിയപ്പോൾ അടിയനിൽ നിന്ന് പറന്നുപോയ പ്രാണൻ തിരിച്ചു വന്നു. ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തെന്നാലി രാമൻ ചിരിച്ചു. രാജാവും ചിരി വന്നു. അദ്ദേഹം തെന്നാലി രാമന് മാസം തോറും കൊടുത്തു വന്നിരുന്ന തുക ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. പിന്നീട് ഒരിക്കലും രാമൻ കടം വാങ്ങിയിട്ടില്ല.